ദൈവശാസ്ത്ര പഠനത്തിന് ഇന്ന് ക്രിസ്തീയ സഭകളും സംഘടനകളുമെല്ലാം വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവശാസ്ത്രത്തിൽ പ്രാവീണ്യം നേടിയവർക്ക് ക്രിസ്തീയ ശുശ്രൂഷയിൽ മുൻഗണന നൽകി വരുന്നു. ദൈവവചനം പഠിപ്പിക്കുവാനും പ്രസംഗിക്കാനും ദൈവശാസ്ത്ര പഠനത്തിൻ്റെ ആവശ്യമില്ല എന്ന ആശയം ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്നു. ഇത്തരക്കാർ ദൈവിക വെളിപ്പാടാണ് ദൈവിക ശുശ്രൂഷ നിർവഹിക്കുവാനുള്ള യോഗ്യത എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ അനുഭവങ്ങളും പഠനങ്ങളുമൊക്കെ സൂചിപ്പിക്കുന്നത് ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവശാസ്ത്ര പഠനം അനിവാര്യമാണ് എന്നുള്ളതാണ്. ദൈവികശാസ്ത്ര പഠനം വ്യക്തികളെ കൂടുതൽ ഫലപ്രദവും സത്യസന്ധവും സുതാര്യവുമായ ദൈവിക ശുശ്രൂഷ നിർവഹിക്കുവാൻ സഹായിക്കുന്നു. ദൈവശാസ്ത്ര പഠനം ക്രിസ്തീയ ശുശ്രൂഷകളെ എങ്ങനെ സഹായിക്കുന്നു എന്ന് നൽകപ്പെട്ട പാഠഭാഗങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, ദൈവിക പരിജ്ഞാനവും നേതൃത്വ ഗുണവും രൂപപ്പെടുത്തുവാൻ. ദൈവിക പരിജ്ഞാനവും നേതൃത്വ ഗുണവും രൂപപ്പെടുത്തുവാൻ യോശുവ 4-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനം യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ നദി മുറിച്ചു കടന്ന അത്ഭുതകരമായ സംഭവമാണ് വിവരിച്ചിരിക്കുന്നത്. ഒരു കൊയ്ത്ത് കാലഘട്ടത്തിൽ അഥവാ മാർച്ചിനും മെയ് മാസത്തിനും ഇടയ്ക്കുള്ള സമയത്താണ് ഈ സംഭവം നടന്നതെന്ന് മനസ്സിലാക്കാം. ഈ സമയത്ത് ലഭിക്കുന്ന മഴ മാത്രമല്ല, പർവ്വതങ്ങളിൽ നിന്നുള്ള മഞ്ഞ് ഉരുകിയും ധാരാളം വെള്ളം യോർദാൻ നദിയിൽ വന്ന് അത് കരകവിഞ്ഞ് ഒഴുകാറുണ്ടായിരുന്നു. പുരോഹിതന്മാർ നിയമപ്പെട്ടവുമായി യോർദാൻ നദിയിൽ ഇറങ്ങിയപ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിൽക്കുകയും ഒരു ഭാഗത്ത് വെള്ളം ചിറ പോലെ പൊങ്ങുകയും മറുഭാഗത്തുള്ള വെള്ളം വാർന്നു പോവുകയും ചെയ്തു. ഇസ്രായേൽ ജനമൊക്കെയും ഉണങ്ങിയ നിലത്തുകൂടി മറുകര കടന്നു തീരും വരെയും പുരോഹിതന്മാർ യോർദാൻ നദിയുടെ നടുവിൽ ഉണങ്ങിയ നിലത്ത് നിന്നു. എല്ലാവരും അക്കരെ കടന്നതിന് ശേഷം യഹോവയുടെ നിർദ്ദേശപ്രകാരം യോശുവ 12 ഗോത്രങ്ങളിൽ നിന്നും 12 പേരെ തിരഞ്ഞെടുക്കുകയും യോർദാൻ നദിയിൽ നിന്നും ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലെടുത്തുകൊണ്ടുവന്ന് തങ്ങൾ പാർത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും പിന്നീട് അതിനെ ഗിൽഗാൽ എന്ന സ്ഥലത്ത് നാട്ടുകയും ചെയ്തു. കൂടാതെ യോർദാന്റെ നടുവിൽ ദൈവത്തിന്റെ പുരോഹിതന്മാർ നിയമവട്ടവുമായി നിന്ന സ്ഥലത്തും 12 കല്ലുകൾ നാട്ടുന്നു. ഇവ വരും തലമുറയ്ക്കുള്ള അറിവിന്റെ അടയാളമായിരുന്നു. ദൈവം നൽകിയ നടത്തിപ്പുകളെക്കുറിച്ച് വരും തലമുറകളെ അറിയിക്കാനുള്ളതിന്റെ അടയാളം. യോശുവയെ ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായി തിരഞ്ഞെടുത്തത് ദൈവമാണ്. ദൈവം നൽകിയ മാർഗനിർദ്ദേശങ്ങളാണ് യോശുവ അനുവർത്തിച്ചത്. ദൈവിക നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനായി യോശുവ മറ്റ് വ്യക്തികളെ തിരഞ്ഞെടുക്കുകയും നിയോഗിക്കുകയും ചെയ്യുന്നു. ദൈവിക നടത്തിപ്പിനെക്കുറിച്ച് വരും തലമുറകളെ പഠിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വവും അവർക്ക് നൽകുന്നു. ഇപ്രകാരം ദൈവശാസ്ത്ര പഠനം വേദപുസ്തകത്തെക്കുറിച്ചും ചരിത്രത്തിലൂടെ വെളിപ്പെട്ട ദൈവിക പ്രവർത്തനങ്ങളെക്കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും ലഭിച്ച അറിവുകൾ പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനും സഹായിക്കുന്നു. കൂടാതെ യോശുവയിൽ നല്ല ഒരു നേതൃത്വ പാടവത്തെ നാം ദർശിക്കുന്നു. ഇത് യോശുവയിൽ രൂപപ്പെട്ടത് ദൈവഭക്തിയിലും മോശയുടെ കീഴിലുള്ള അഭ്യസനത്തിലൂടെയുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നല്ല നേതൃത്വത്തെ വാർത്തെടുക്കുന്നതിലും ദൈവശാസ്ത്ര പഠനത്തിന് വലിയ പങ്കുണ്ട്. അതോടൊപ്പം തെറ്റായ പഠിപ്പിക്കലുകളെ ഉപദേശങ്ങളെ ചെറുക്കുവാനും വ്യാഖ്യാനങ്ങളിലും പഠനങ്ങളിലും വ്യക്തതയും കൃത്യതയും വരുത്തുവാനും ദൈവശാസ്ത്ര പഠനം സഹായകരമാണ്. രണ്ടാമത്തെ ചിന്ത, ദൈവിക ശുശ്രൂഷയിൽ വിശ്വസ്തരെ വാർത്തെടുക്കുവാൻ. ദൈവിക ശുശ്രൂഷയിൽ വിശ്വസ്തരെ വാർത്തെടുക്കുവാൻ 1 തിമോഥെയോസ് 6-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ വിശ്വാസപുത്രനായിരുന്ന തിമോഥെയോസിന് ദൈവിക ശുശ്രൂഷയിൽ ശക്തിപ്പെടുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ദ്രവ്യാഗ്രഹത്തിന്റെ അപകടത്തെക്കുറിച്ച് പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ദ്രവ്യാഗ്രഹം എന്നത് ഉപജീവനത്തിനായി വഴി കണ്ടെത്തുന്നതല്ല, മറിച്ച് പണം സമ്പാദിക്കാനായി തെറ്റായ മാർഗങ്ങൾ ഉപയോഗിക്കുന്ന പ്രവണതയാണ്. ജീവിക്കുവാൻ പണം ആവശ്യമാണ്, എന്നാൽ പണത്തിന് വേണ്ടി ജീവിക്കുന്നത് തെറ്റായ കാര്യമാണ്. അതോടൊപ്പം നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത
എന്നിവയെ പിന്തുടരുവാനും പൗലോസ് തിമോത്തിയോസിനെ ആഹ്വാനം ചെയ്യുന്നു. നിത്യജീവൻ പ്രാപിക്കുക എന്നതായിരിക്കണം ഈ ലോക ജീവിതത്തിലെ പരമപ്രധാനമായ ലക്ഷ്യം. എന്നാൽ നിത്യജീവനെ നേടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. യേശു കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ യേശുവിനോടൊപ്പം ജീവിക്കുവാൻ യോഗ്യത പ്രാപിക്കണമെങ്കിൽ ഈ ഗുണങ്ങളെല്ലാം അനിവാര്യമാണ്. തിമോത്തിയോസ് അപ്പോസ്തലനായ പൗലോസിൻ്റെ കീഴിൽ ദൈവശാസ്ത്ര വിദ്യാഭ്യാസം നേടിയ വ്യക്തിയായിരുന്നു. അപ്പോസ്തലനായ പൗലോസും പ്രസിദ്ധ വേദശാസ്ത്ര പണ്ഡിതനായിരുന്ന ഗമാലിയേലിൻ്റെ കീഴിൽ വിദ്യ അഭ്യസിച്ചിരുന്നു. ജീവിതത്തിൽ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിനും ചിട്ടയായ ജീവിതവും ശീലങ്ങളും രൂപപ്പെടുന്നതിനും ദൈവശാസ്ത്ര പഠനം വ്യക്തികളെ ഏറെ സഹായിക്കാറുണ്ട്. ഇത് ദൈവിക ശുശ്രൂഷയുടെ ഫലപ്രദമായ നടത്തിപ്പിന് അനിവാര്യമാണ്. ഇപ്രകാരം ദൈവിക ശുശ്രൂഷയിൽ വിശ്വസ്തരെ രൂപപ്പെടുന്നതിൽ ദൈവശാസ്ത്ര പഠനത്തിന് വലിയ പങ്കാണ് ഉള്ളത്. മൂന്നാമത്തെ ചിന്ത, ദൈവവചനം ഫലപ്രദമായി പ്രഘോഷിക്കുവാൻ. ദൈവവചനം ഫലപ്രദമായി പ്രഘോഷിക്കുവാൻ. മത്തായി 13 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ വിതയ്ക്കുന്ന വ്യക്തിയുടെ ഉപമയെക്കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ സങ്കീർണമായ ആശയങ്ങൾ ലളിതമായ ഉപമകളിലൂടെ യേശു വ്യക്തികളെ പഠിപ്പിച്ചു. വിതയ്ക്കുന്ന വിത്തിൻ്റെ ഉപമ ദൈവവചന പ്രഘോഷത്തെയാണ് കുറിക്കുന്നത്. വിത്ത് ആരും പാറപ്പുറത്തും മുള്ളിനിടയിലും വിതയ്ക്കാറില്ല. എന്നാൽ ദൈവവചനം എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടുന്നു. ഇത് യേശുവിൻ്റെ കൽപ്പന കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മത്തായി സുവിശേഷം 28 19 20 വാക്യങ്ങളിൽ നമുക്കിത് കാണാം. ദൈവവചനം പ്രഘോഷിക്കുക എന്നത് ദൈവിക ശുശ്രൂഷയുടെ ഭാഗമാണ്. ഇതിന് വേദപുസ്തകത്തെക്കുറിച്ചും ദൈവശാസ്ത്രത്തെക്കുറിച്ചും ചരിത്ര പശ്ചാത്തലങ്ങൾ, ഭാഷകൾ, ശൈലികൾ തുടങ്ങിയ കാര്യങ്ങളുള്ള ആഴമായ അറിവ് ആവശ്യമാണ്. ദൈവശാസ്ത്ര പഠനം വ്യക്തികളെ ഇത്തരം അറിവുകൾ ലഭ്യമാക്കാൻ സഹായിക്കുന്നു. കൂടാതെ ദൈവവചനം പ്രഘോഷിക്കുക എന്ന ദൗത്യത്തെക്കുറിച്ചും അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആശയവിനിമയം എന്നത് വ്യക്തികൾക്ക് വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു കഴിവാണ്. ആശയവിനിമയത്തിനായി സംസാര ഭാഷ മാത്രമല്ല, മറ്റനവധി മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുള്ള വളർച്ചയും വിവര സാങ്കേതിക വിദ്യയിലുള്ളതായിട്ടുള്ള ഡെവലപ്മെൻറ്റും ഇന്ന് ദൈവവചനം പ്രഘോഷണം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാൻ സഹായകരമായിട്ടുണ്ട്. എന്നാൽ ഇത്തരം മേഖലകളെക്കുറിച്ചും വ്യക്തമായ അറിവും അനുഭവവും ദൈവിക ശുശ്രൂഷകർക്ക് ആവശ്യമാണ്. ദൈവിക മൂല്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് നൂതന സാങ്കേതിക വിദ്യകളെ വിനിയോഗിക്കേണ്ടത് ആദ്യ യുഗത്തിൽ ഫലപ്രദമായ ദൈവവചന പ്രഘോഷണത്തിന് സഹായകരമാണ്. ദൈവവചനം എല്ലാവർക്കും ലഭ്യമാകണം. എന്നാൽ അത് എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നത് അവരവരുടെ ഉത്തരവാദിത്വമാണ്. ദൈവവചനം ശ്രദ്ധയോടെ ശ്രവിക്കുവാൻ ഹൃദയങ്ങളെ ഒരുക്കുന്നുവെങ്കിൽ ജീവിതം കൂടുതൽ അനുഗ്രഹപൂർണമായി തീരും. ദൈവശാസ്ത്ര പഠനം ദൈവിക പരിജ്ഞാനം രൂപപ്പെടുത്തുവാനും ദൈവിക ശുശ്രൂഷ വിശ്വസ്തയോടെ നിർവഹിക്കുവാനും ദൈവവചനം ഫലപ്രദമായി പ്രഘോഷിക്കുവാനും വ്യക്തികളെ സജ്ജരാക്കുന്നു. കൂടാതെ നേതൃത്വ ഗുണം രൂപപ്പെടുന്നതിനും ശരിയായ ആത്മീയ കാഴ്ചപ്പാട് രൂപപ്പെടുന്നതിനും സഹായകരമാണ്. ഇതുകൂടാതെ ദൈവവചനം വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പ്രാവർത്തികമാക്കുന്നതിനും വിവിധ സാമൂഹിക ബന്ധനങ്ങളിൽ നിന്ന് വ്യക്തികളെ മോചിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും പ്രവർത്തനവും രൂപപ്പെടുത്തുന്നതിനും ദൈവവചനം വലിയ പങ്ക് വഹിക്കുന്നു. കൂടാതെ ക്രിസ്തീയ സഭയുടെ മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ ദൈവജനത്തെ വിശ്വാസം നിലനിർത്തുവാനും തെറ്റായ ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും തിരിച്ചറിയുവാനും പ്രതിരോധിക്കുവാനും അത് നമ്മെ സഹായിക്കുന്നു. ദൈവശാസ്ത്ര പഠനത്തിന് പ്രാധാന്യം മനസ്സിലാക്കുവാനും അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് ഇടയായിത്തീരണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.